പാക് അധിനിവേശ കാശ്മീരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് വഴങ്ങി പാകിസ്ഥാൻ ഭരണകൂടം. മുസാഫറാബാദിൽ പാക് അധീന കാശ്മീർ നേതാക്കളും സർക്കാർ പ്രതിനിധികളും തമ്മിൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. ആദ്യഘട്ട ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല എങ്കിലും ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പാക് അധീന കശ്മീരിൽ സംഘർഷം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും സംഘർഷം അതീവ രൂക്ഷമായിരുന്നു. സൈന്യത്തെ ഇറക്കി സൈന്യം പ്രതിഷേധക്കാരെ നേരിടാൻ ശ്രമിക്കുകയും സൈന്യം ഈ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. ആ വെടിവെപ്പിൽ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ 3 പോലീസുകാർ അടക്കം കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ 200ഓളം പേർ ആശുപത്രിയിലാണ് പരിക്കേറ്റ്. ഈ ഒരു ഘട്ടത്തിലാണ് ഒടുവിൽ സർക്കാർ ഇന്നലെ രാത്രിയോടെ ചർച്ചയ്ക്ക് വഴങ്ങിയത്. എന്നാൽ പാക് അധീന കശ്മീർ പ്രധാനമന്ത്രി അൻവറുൽ ഹക്കുമായോ മന്ത്രിമാരുമായോ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് പാക് അധീന കശ്മീരിലെ വിവിധ സംഘടനകളുടെ നിലപാട്. ഇതിനെ തുടർന്ന് സർക്കാർ പ്രതിനിധികളുമായാണ് ചർച്ചകൾ നടത്തിയത്. ആദ്യഘട്ട ചർച്ചകൾ ഫലം കണ്ടില്ല. തുടർന്ന് ഇന്നലെ അർദ്ധരാത്രിയോടെ വീണ്ടും ഈ പ്രാദേശിക സംഘടനകൾ കൂടിയാലോചനാ യോഗം ചേർന്ന് വീണ്ടും ഇപ്പോൾ സർക്കാർ പ്രതിനിധികളുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. തങ്ങളുടെ ആവശ്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ പാക് അധീന കശ്മീരിലെ പ്രാദേശിക നേതാക്കൾ, ആവാമി ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ള സംഘടനകൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. 38 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലോങ് മാർച്ച് അടക്കമുള്ള വലിയ പ്രതിഷേധത്തിന് പാക് അധീന കശ്മീരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത്. കഴിഞ്ഞ സമീപകാലത്തായി നേപ്പാളിൽ കണ്ട സംഘർഷത്തിന് സമാനമായ തരത്തിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ 4 ദിവസമായി പാക് അധീന കശ്മീരിൽ പ്രത്യേകിച്ച് മുസഫറാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടക്കുന്നത്. ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് പാക് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതാണ് വലിയ സംഘർഷത്തിൽ കലാശിച്ചതും. ഇപ്പോഴും സംഘർഷാവസ്ഥ ഈ മേഖലയിൽ തുടരുകയാണ്. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.